ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. എന്താണ് മുസ്തഫാജി വടക്കാഞ്ചേരി കേൾക്കുന്നത്? ഈ ജാഫർ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചു കാണൂ, അതോ തമാശയ്ക്ക് പറഞ്ഞതെന്നാണ് ഈ ജാഫർ പറയുന്നത്? എന്താണ് പിണറായി വിജയ സത്യം പറഞ്ഞാൽ? അതായത് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ CPM പോയി പറയുകയാണ് 50 ലക്ഷം തരാം, 1 കോടി തരാം, നിങ്ങൾ CPMലേക്ക് വരൂ 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 എന്ന് ശേഷം. നാണമുണ്ടോ പിണറായി വിജയ? അപ്പോൾ ഞെട്ടിക്കുന്നൊരു ശബ്ദ സന്ദേശം വന്നിട്ടുണ്ട്, അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം അരുൺകുമാർ അതിനെ ന്യായീകരിക്കുകയാണ്. അത് തമാശക്കാണ് പറഞ്ഞത് എന്നാണ് അരുൺകുമാർ പറയുന്നത്. അരുൺകുമാറിനുള്ള മറുപടി ഞാൻ കൊടുക്കാം. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ വലിയൊരു വർഗീയത വിഷം തുപ്പിയിട്ടുണ്ട്. മലപ്പുറത്ത് ഒരു പയ്യൻ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത്, എന്താണ് മലപ്പുറത്ത് പയ്യൻ പറഞ്ഞത്, അതും ഞാനിന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്, കാരണം 100K ആവാൻ കുറച്ചുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിണറായിയുടെ ആ ഒരു ഇരട്ടത്താപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് അതായത് പിണറായി വിജയൻ പറയുന്നുണ്ട് 50 ലക്ഷം തരാം, വരൂ വരൂ എന്ന്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണ് എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താ നടക്കല്ലോ അറിയോ? ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. ഈ നാളെ നോക്കിക്കോ, നാളെ കാണാം, നാളെ കാണാം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയണേ, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഓക്കെ, പിണറായിക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. അതിനു മുമ്പ് ഈ ചങ്ങായിക്ക്, ജാഫർ എന്ന് പറയുന്ന ചങ്ങായിയാണ്, എടാ നിനക്ക് നാണമുണ്ടോ? 50 ലക്ഷം അല്ല 1 കോടി തരാമെന്ന് പറഞ്ഞാൽ നീ എന്തിനാണ് പോകുന്നത്? നിന്നൊക്കെ വിശ്വസിച്ചല്ലേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നിനക്ക് വോട്ടിട്ടത്? അതായത് CPM എങ്ങനെയെങ്കിലും തുടഞ്ഞു നീക്കണം, CPMന്റെ ഭരണം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവുമ്പോഴല്ലേ നീ കോൺഗ്രസിൽ മത്സരിക്കുമ്പോൾ നിനക്ക് വോട്ടിടുന്നത്. പിന്നെ 50 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് പോകുന്നത്? എൻ്റെ ലൈഫ് സെറ്റിൽ ആവത്രയും. എൻ്റെ ഒരു കാര്യം പറയുകയാണ് മോനെ, നിന്നെപ്പോലുള്ളവരാണ് ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത്. ഇവനൊരിക്കലും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ഇവൻ അതായത് എന്തോ മെമ്പറോ എന്തോ സാധനമായിട്ടുണ്ടല്ലോ, ആ ഒരു സ്ഥാനം എത്രയും പെട്ടെന്ന് നീക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിണറായിക്കുള്ള മറുപടി നമുക്കൊന്ന് കൊടുക്കാം. പിണറായി വിജയൻ, നാണമുണ്ടോ? നിങ്ങളെ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ ഭരിച്ചിട്ട് കാണിക്കണം പിണറായി വിജയ. അതായത് നിങ്ങൾക്ക് വോട്ടിടാൻ ഞങ്ങൾക്ക് തോന്നണം പിണറായി വിജയ, അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ ഓരോ ഗർഭം കൊണ്ടുവരൽ, ഇങ്ങനത്തെ പരിപാടിയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഒരാൾ നിങ്ങൾ പറയും 50 ലക്ഷം കൊടുത്ത് ഒരാൾ CPMലേക്ക് വാങ്ങിയാൽ എന്താണ് പ്രശ്നം? അതാണ് ഗുണം. വാർത്ത കൊടുക്കൂലേ? അതായത് കോൺഗ്രസിൽ നിന്ന് CPMലേക്ക്, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക്, അങ്ങനെ മെയിൻ ഹെഡ്ലൈനായിട്ട് വാർത്ത പോകും. ആ വാർത്ത പോയാൽ എത്ര വോട്ടാണ് CPMലേക്ക് കിട്ടുന്നത്? അതായത് സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസിലേക്ക് വോട്ടിട്ടിട്ട് കാര്യമില്ല, കാരണം കോൺഗ്രസ്സുകാർ CPMലേക്ക് പോകുന്നുണ്ട്, കോൺഗ്രസ്സുകാർ BJPക്ക് പോകുന്നുണ്ട്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. നായ്ക്കൾ, അതായത് BJPക്കാരും CPMക്കാരും 50 ലക്ഷം 1 കോടിയൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മൾ പണിയെടുക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? രാഷ്ട്രീയക്കാരായാലും പൈസക്ക് വേണ്ടിയിട്ടാണ് MLA ആവുന്നത്. എല്ലാം ഞാൻ പറഞ്ഞതാണ്, വിഷയത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ 1 കോടി തരാമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു മനസ്സ് ചേഞ്ച് ആവൂലേ? പക്ഷെ അങ്ങനെ ചേഞ്ച് ആവാൻ പാടില്ല, കാരണം നിങ്ങൾ ജനങ്ങളെയാണ് ചതിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പോവുകയാണ് ഇവറ്റകൾ, എന്ത് പാർട്ടി പൈസ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വലിയൊരു ന്യൂസ് ആവുന്നു. അതിനുശേഷം കുറേ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കും LDFയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ വൃത്തികെട്ടപ്പാണ് നിങ്ങൾ നിർത്തണം. ഓക്കെ, അപ്പോൾ അരുൺകുമാർ വെളുപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരുൺകുമാറിന് ഒരു മറുപടി കൊടുക്കാം. ഓക്കെ, എന്താണ് മുസ്തഫാജി വടക്കാഞ്ചേരി കേൾക്കുന്നത്? ഈ ജാഫർ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചു കാണൂ, അതോ തമാശയ്ക്ക് പറഞ്ഞതെന്നാണ് ഈ ജാഫർ പറയുന്നത്? തമാശയൊക്കെ പറയുന്നതാണ്. എന്താണ് അരുൺകുമാറെ, ഇത്തിരിയെങ്കിലും സത്യസന്ധമായി വാർത്ത കൊടുക്കണ്ടേ?
അതായത് ഓഡിയോ ക്ലിപ്പ് ഫോൺ സംഭാഷണം വന്നിട്ടും അരുൺകുമാർ പറയുകയാണ് അത് തമാശയൊക്കെ പറഞ്ഞതായിരിക്കും. എന്താണ് അരുൺകുമാറെ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, അത് ഒരിക്കലും ഇപ്പൊ അത് തമാശയായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചതാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്താണ് നാളത്തെ കാര്യങ്ങള്, നമ്മുടെ പാർട്ടിയുടെ ഷാനവാസ് നിന്നെ വിളിച്ചിരുന്നോ, അതായത് ബ്ലോക്ക് പ്രസിഡന്റ് നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആ വിളിച്ചിരുന്നു. അപ്പൊ എന്താണ് നാളത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു നാളെ ഒരു ട്വിസ്റ്റ് സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അടാ അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അത്രയും അതായത് 1072 വാർഡിലെ ജനങ്ങൾ നമ്മളെ വിശ്വസിച്ചിട്ട്, കാരണം CPM ഇവിടുന്ന് മാറണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അവർ വോട്ട് ചെയ്തത്. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ നാട്ടിൽ പുതിയൊരു നിയമം വേണം. അതായത് ഇപ്പോൾ കോൺഗ്രസ്സിലായാലും BJPയിലായാലും CPMയിലായാലും വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം പാർട്ടി മാറിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥാനമില്ലാതാവണം. മിനിമം ഒരു 5 വർഷമെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കണം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഓരോ സാധാരണക്കാരും അവരെ വിശ്വസിച്ച് വോട്ടിട്ട് വിജയിപ്പിക്കുന്നു, അതിനുശേഷം പാർട്ടി മാറുന്നു എന്ന് പറയും. ഇത് നമ്മൾ ഇന്നൊന്നും കേൾക്കാൻ തുടങ്ങിയിട്ടല്ല. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഓക്കെ, കോൺഗ്രസ്സിലും നല്ല, LDFിലും നല്ല, BJPയിലും നല്ല, എല്ലായിടത്തും ഉണ്ട്. BJP നിന്ന് UDFിലേക്ക് വരുന്നുണ്ട്, UDF നിന്ന് BJPയിലേക്ക്, CPM. ഇതൊക്കെ എന്താണ്? ജനങ്ങൾ മണ്ടന്മാരാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ മലപ്പുറത്തെ കാര്യം ചർച്ച ചെയ്യാം. വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിൽ വിഷം കാറിയിട്ടുണ്ട്. ആ വിഷയം ഞാനിപ്പോൾ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ വിജയിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു എക്സാമ്പിളായി മാത്രം കണ്ടാൽ മതി. അപ്പോൾ അവനെ BJPക്കാർ നല്ല മതം വിഷം ഒക്കെ വയറ്റിലുള്ള ആൾക്കാർ അവനെ വിജയിപ്പിക്കുന്നു. അയാൾ കുറച്ച് കഴിഞ്ഞ് UDFിലേക്ക് വരികയാണെങ്കിൽ ആ വിഷമുള്ള അവരായാലും മനുഷ്യന്മാരല്ലേ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, അവരെന്ത് വിചാരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ BJPയിലായാലും LDFിലായാലും UDFിലായാലും ജനങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാർ അതേ പാർട്ടിയിൽ നിൽക്കണമെന്നാണ്. വിജയിച്ചതിന് ശേഷം മറു പാർട്ടിയിലേക്ക് ചാടുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അത് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കെന്തായാലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ വലിയ രീതിയിൽ വിഷം കാറിയിട്ടാണ്. നമ്മുടെ സായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതെന്തായാലും കേട്ടു നോക്കാം. ഓക്കെ, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ പരമാറി കുറച്ചു കാലമായിട്ട് വർഗീയതയും പറഞ്ഞ് കേരളത്തിൽ തേരാപാര നടക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ആണ് ഇതേപോലെ വർഗീയത തുപ്പിയതെന്നുണ്ടെങ്കിൽ കേരള പോലീസ് പിടിച്ച അകത്തിടും. ഈ ചെറ്റനെ പിടിച്ച അകത്തിടാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. കാരണം പിണറായി വിജയന്റെ ചങ്കാണല്ലോ. ഇന്നലെ ഉണ്ടാക്കി ഒരു ഷോ. വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളെ മലപ്പുറത്ത് നിന്നപ്പോ ഞാന് ഈ നാറിക്ക് മലപ്പുറം കേട്ട് കഴിഞ്ഞാൽ ചൊറിയളകും. ആ വൃത്തികെട്ട പുഴുത്ത മോനെ മലപ്പുറം തന്നെ പിടിച്ച് കടിച്ച മലപ്പുറം കേൾക്കുമ്പോഴേക്കാണ് ഇത്രത്തോളം ഇളകാനുള്ളത്. ഇത്രയെങ്കിലും ഒരു മലപ്പുറക്കാരെന്നുള്ള രീതിക്ക് എന്നെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ന്യൂ ഇയർ അണക്ക് 10 പറഞ്ഞു തുടങ്ങാൻ തന്നെ വിചാരിച്ചാണ്. ഒരു വെള്ളാക്കൊള്ളി പന്നൻ എന്ത് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാൻ അവസരത്തിന് മിസ്റ്റർ സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. ഇത്രയും കാലം റിപ്പോർട്ടർ ചാനലിലെ നാട്ടുകാരെ ഏറെ കയറ്റിയായിരുന്നു. ഈ ഒരൊറ്റ ചോദ്യം കാരണം റിപ്പോർട്ടർ ചാനലിലെ ആ റിപ്പോർട്ടറും ചാനലും അത് കത്തി. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി വെള്ളാപ്പള്ളിനെ കൊണ്ട്. അല്ല എൻ്റെ വെള്ളാപ്പള്ളി SNDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം മലപ്പുറത്ത് ഇന്റർവ്യൂവിൽ പെരുന്തമണ്ണയിൽ SNDP കോളേജൊക്കെ ഉണ്ട്. അണക്ക് ഈ മലബാർ ബെൽറ്റിൽ എൻ്റെ കോളേജും സ്കൂളും ഇല്ല എന്നുള്ളതൊക്കെ ചിലയലയ്ക്കാൻ മാത്രം. അതിൽ എന്താണ് എനിക്ക് മലപ്പുറത്തിനോടും മലബാറിനോടും ഇത്രോളം ഒരു കടിയുള്ളതെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ചങ്ക് പിണറായി ആണല്ലോ 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അനുവാദം തരാതെ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരമില്ലാത്തത്? ഞാനിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു കാര്യം പറയാനുള്ളൂ. ഇതൊരു സംഘി സ്പൈയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ആളാന്ന് പറഞ്ഞ് കയറി കൂടിയിരിക്കുക. അവിടെ കുട്ടിച്ചോറാക്കും മുമ്പ് ഇറങ്ങിപ്പോയിക്കോളും. കാരണം ഇവൻ്റെ നാവ് അത്രത്തോളം വെടക്കാണ്. പിന്നെ മലബാറിൻ്റെ നെഞ്ചത്തും മലപ്പുറത്തിൻ്റെ നെഞ്ഞെടുത്തും അങ്ങനെ കയറി ചൊറിയാന്നുള്ളത് എന്തിനാണ് വെള്ളാപ്പള്ളി അണക്ക് ഈ വ്യാമോഹം? എത്ര പ്രായം വീട്ടിലിരുന്നാൽ പോരെ? അനക്ക് ഇപ്പോഴും എൻ്റെ ചൊറിച്ചിൽ തീർന്നില്ലേ?
ആ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കാത്തത് നന്നായി, ഇല്ലെങ്കിൽ SNDP രാജിവെച്ച് പോയിരുന്നു. ഈ നാറിയാണ് ഞാൻ പറയണില്ല, ഒരു പുഴുത്ത നാറി അതിനപ്പുറത്തേക്കില്ല. പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശുദ്ധ വേശ്യ പൊളിറ്റിക്സിൽ, അതിനപ്പുറത്തേക്കില്ല ഈ പാമോൻ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സായി പറഞ്ഞത്. നാണമുണ്ടോ? എന്തിനാണ് വർഗീയത വിഷം തൂപ്പ്? നമ്മളെല്ലാവരും ഒന്നല്ലേ? അപ്പോൾ ഏതായാലും ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. നമുക്ക് ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, അതായത് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം മാറ്റി നല്ല അടിപൊളിയായിട്ട് ഏകദേശം ഫെബ്രുവരി മാസത്തിൽ അടിപൊളിയായ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ ഒരു മാസം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം. ഓക്കെ, ബൈ.